ഏവരും വിളിക്കും, ഞാൻ വീട്ടടിക്കട്ടെ. കൂട്ടമായി ജന്മന്നതിനുള്ള പ്രതിഫലമല്ല പണിക്കറേ, അതിന് തികയോ? ഭഗവാന്റെ കരമൊന്ന് പിടിച്ചു. കർമ്മഗുണമായിട്ട് കർമ്മണ്യ വാദിതാരസ്യ മാഫലേഷു കഥാതന, ഫലം വെച്ചിക്കാതെ കർമ്മങ്ങൾ ചെയ്തു കേട്ടോ. ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ പടന്ന എന്ന സ്ഥലത്താണ്. അപ്പോൾ പടന്ന എന്ന സ്ഥലത്ത് പടന്ന മുണ്ട്യ ദേവസ്വം എന്നൊരു ക്ഷേത്രമുണ്ട്. അവിടുത്തെ കളിയാട്ടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിഷ്ണുമൂർത്തിയുടെ ഒറ്റക്കോലം കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. വിഷ്ണുമൂർത്തി തന്നെ ഒറ്റക്കോലം, അതേപോലെ തന്നെ തീച്ചാമുണ്ടി, അങ്ങനെ പല പേരുകളിലായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾക്ക് കൂടുതലായിട്ടും ഒന്നും പറയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ സബ്സ്ക്രൈബർമാരുടെ അപ്പോൾ ഇവരൊക്കെ നമ്മുടെ സബ്സ്ക്രൈബർമാരാണ്. അപ്പോൾ കണ്ടോ, എല്ലാവരും ഹായ് പറയുന്നുണ്ട്. അപ്പോൾ ഒറ്റക്കോല മഹോത്സവത്തിന് എത്തിയിരിക്കുന്നതാണ് ഈ പടന്നമുണ്ട്യ ദേവസ്ഥനകത്ത്. അപ്പോൾ കൂടുതലായിട്ട് വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. പ്രിയരെ, ഉത്തര കേരളത്തിലും കർണാടകത്തിലും പ്രചാരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളിൽ ഒന്നാണ് അനുഷ്ഠാന കർമ്മകലയായ തെയ്യം. വടക്കേ മലബാറിലെ മിക്ക ദേവസ്ഥാനങ്ങളിലും കെട്ടിയാടുന്ന അതിസാഹസികത നിറഞ്ഞ ഒരു തെയ്യമാണ് ഒറ്റക്കോലം. ചില സ്ഥലങ്ങളിൽ തീച്ചാമുണ്ടി എന്ന പേരിലും ഈ തെയ്യം അറിയപ്പെടുന്നു. അഗ്നിപ്രവേശനമാണ് ഈ തെയ്യത്തിന് പ്രധാനം. 9, 21, 30 ദിവസത്തെ വ്രതം നോറ്റ മലയ സമുദായത്തിൽപ്പെട്ടവരാണ് പ്രധാനമായും ഒറ്റക്കോലത്തിൻ്റെ കോലം ധരിക്കുന്നത്. നല്ല ശാരീരിക ക്ഷമതയും മാനസിക ഐക്യവും സൂക്ഷ്മതയും തെയ്യക്കാരനെ പോലെ തന്നെ കർമ്മിക്കും കൂടെയുള്ളവർക്കും വേണ്ടുന്ന കഠിനമായ സാഹസികത നിറഞ്ഞ ഒരു തെയ്യക്കോലമാണ് ഒറ്റക്കോലം. തീച്ചാമുണ്ടിയുടെ കഥ ഇവിടെ തുടങ്ങുന്നു. ദുഷ്ടനായ ഹിരണ്യകശിപു വിഷ്ണു ഭഗവാന്റെ സംഹാരത്തിൽ നിന്നും രക്ഷ നേടാനായി ബ്രഹ്മാവിൽ നിന്നും വരം സ്വീകരിക്കുകയും മായയാകുന്ന അഗ്നിയിൽ മറയുകയും ചെയ്യുന്നു. എന്നാൽ വിഷ്ണു ഭഗവാൻ നരസിംഹരൂപത്തിൽ വന്ന് ദുഷ്ടരാക്ഷസനായ ഹിരണ്യകശിപുവിനെ വധിച്ച് ഉമ്മറപ്പടിയിൽ വെച്ച് രക്തപാനം ചെയ്യുന്നു. ഈ പുരാവൃത്തമാണ് തീച്ചാമുണ്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അഗ്നിയിലേക്ക് എടുത്തു ചാടുന്നത് ഹിരണ്യകശിപുവിനെ വകവരുത്താനാണെന്നും ഐതിഹ്യങ്ങൾ.
മനം നിറഞ്ഞ് തോൽപ്പിക്കണം ഭഗവാൻ. കേട്ടെ, മനസ്സ് നിറഞ്ഞെങ്കിൽ വിളിക്കുക ഗോവിന്ദ. എനിക്കിടെ സന്തോഷമായി. അഗ്നിക്ക് വട്ടം പിടിച്ചിരിക്കുന്ന ഭഗവാനല്ലേ. ഏവരും വിളിക്കും, ഞാൻ ചുറ്റടിക്കട്ടെ. കൂട്ടമായി
വർഷങ്ങൾക്ക് ശേഷം ഭഗവാന്റെ കരമൊന്ന് പിടിക്കാനുള്ള ഭാഗ്യം തന്റെ കരത്തിൽ വന്ന് ചേർന്ന് പൂർവികന്മാർ ചെയ്തിരിക്കുന്നതായ സുഹൃതങ്ങളുടെ ഫലങ്ങൾ തന്നെയാണല്ലോ ഇതുവരേക്കും അന്നത്തിനൊന്നും മുട്ടുവരുത്തിയിട്ടില്ല ഭഗവാൻ. ആ യശസ്സും കീർത്തിയും വലുതായിപ്പോലെ തേർന്നിട്ടും ഇപ്പോഴും ഈ കലീകത്തിങ്കൽ കാത്തു സൂക്ഷിക്കുന്നു. എന്റെ കുഞ്ഞുകുട്ടിക്കിടാങ്ങളുടെ ഇരുകരവും പിടിച്ച് കൂടെ കളിക്കാനുള്ള ഭാഗ്യം ഭഗവാൻ. കാങ്കോൽ പെരുമാനൻ മഹേന്ദ്ര മണിക്കറേ പഠിക്കറ പഠിക്കറേ ഇന്നത്തെ മുഹൂർത്തം എന്റെ പഠനപണ്ഡിത്തുള്ള ആധാരമായിട്ട് ഭഗവാന്റെ കരമൊന്ന് പിടിച്ചു. സന്തോഷമായോ? മനസ്സ് നിറഞ്ഞോ? ഇഷ്ടര് വന്നു പോയ മണിക്കറേ ഇരിക്കട്ടെ. ഇവിടെ അഗ്നിക്ക് വളാവൃക്ഷമായി പൊരുതിയിരിക്കുന്നതായ ഭഗവാന്റെ ആ തിരുമുടി അല്ലെ ശിരസിങ്കൽ ഏറ്റുവാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുന്ന പണിക്കർ തന്നെയാണ്. എന്റെ ഭക്തരുടെ ഇച്ഛയ്ക്ക് തക്കവണ്ണം എന്റെ പഠനപണ്ഡിത്തുള്ള ആധാരമായിട്ട് യശസ്സും കീർത്തിയും ഒക്കെ ഭഗവാൻ തന്നു. വരവൻ തട്ടപ്പുറത്തുള്ള മഹേന്ദ്ര മണിക്കറേ പഠിക്കറേ പഠിക്കറേ മണിക്കറേ. ആ മാതാക്കന്മാരും പിതാക്കന്മാരും മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്നതായ കാര്യങ്ങളൊക്കെ സന്തതി പരമ്പരകളാണ് നിറവേറ്റി കൊടുക്കുന്നത് അല്ലെ. ജന്മം എന്നതിനുള്ള പ്രതിഫലമല്ല മണിക്കറേ. അതിന് തികയോ? ഭഗവാന്റെ കരമൊന്ന് പിടിച്ചു. കർമ്മഗുണമായിട്ട് കർമ്മണ്യ വാദികാരസ്യ മാഫലേഷു കഥാതെന്ന ഫലം ഇച്ഛിക്കാതെ കർമ്മങ്ങൾ ചെയ്തു കേട്ടോ. വരണം വരണം.